പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ. നോയമ്പ് കാലം നമ്മൾ പ്രാർത്ഥനയും പരിത്യാഗവും ഒക്കെ ചെയ്യുന്ന കാലം. ഞാൻ ഈശോയുടെ കുരിശിനെ പറ്റി പറയുവാൻ അല്പം ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും എൻ്റെ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. എങ്കിലും ആവർത്തിക്കുന്നത് ചിലപ്പോഴൊക്കെ നല്ലതാണല്ലോ. പ്രത്യേകിച്ച് മത്തായി എഴുതിയ സുവിശേഷത്തിൽ നമ്മൾ 16-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ഈശോ തൻ്റെ പീഡാനുഭവത്തെ പറ്റി പറയുമ്പോൾ ഉണ്ടായ ശിഷ്യന്മാരുടെ ചിന്താഗതി എന്തായിരുന്നുവെന്ന് നമുക്കറിയാം. 21 മുതൽ വചനങ്ങൾ, മത്തായി 16:21 മുതൽ ജെറുസലേമിലേക്ക് പോകണമെന്നും ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാന പുരോഹിതന്മാരിൽ നിന്നും നിയമജ്ഞരിൽ നിന്നും വളരെയേറെ സഹിക്കേണ്ടി വരുമെന്നും താൻ വധിക്കപ്പെടുമെന്നും എന്നാൽ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുമെന്നും അവൻ ശിഷ്യന്മാരെ അറിയിച്ചു. 4 സുവിശേഷങ്ങളും കാണാൻ സാധിക്കും. യേശുനാഥൻ കൂടെ പറയുമായിരുന്നു തൻ്റെ പങ്കപ്പാടും കുരിശുമരണവും ഉത്ഥാനവും. വരാൻ പോകുന്ന ആ വലിയ സംഭവങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് ജീവിതയാത്ര ചെയ്തവനായിരുന്നു ഈശോ. അത് ഈശോ ജനിച്ചപ്പോൾ മുതൽ കാണുന്നത് കർത്താവിൻ്റെ കുരിശാണ്. പാരമ്പര്യം പറയാറുണ്ട്, മാതാവും ഒന്നിച്ച് ഔഷപിതാവും ഒന്നിച്ച് ഗ്രാമത്തിലൂടെ പോകുമ്പോൾ അന്നൊക്കെ കുരിശിൽ തറച്ചു കൊല്ലുകയായിരുന്നു വലിയ ശിക്ഷയുണ്ടായിരുന്നത് യഹൂദന്മാർക്കിടയിൽ. പലപ്പോഴും അത് മോഷ്ടാക്കളും അല്ലെങ്കിൽ ക്രിമിനൽസൊക്കെ ആ കുരിശെ തൂങ്ങിക്കിടക്കുന്നത് ഈശോ കണ്ടിട്ടുണ്ട് എന്ന് മാതാവിനോട് ചോദിച്ചു കാണും. അതിൻ്റെ അർത്ഥം മാതാവ് പറഞ്ഞു കൊടുത്തു കാണും. മാത്രമല്ല, ചരിത്രകാരന്മാരും ചില കലാകാരന്മാരും പറയുന്നുണ്ട്, ആശാരിപ്പണി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഈശോ പലപ്പോഴും കുരിശുണ്ടാക്കുമായിരുന്നുവെന്ന്. കാരണം തനിക്കറിയാമായിരുന്നു താൻ ക്രൂശിക്കപ്പെടുമെന്ന്. പ്രിയപ്പെട്ടവരെ, അത് ഈ ക്രൂശിക്കപ്പെടൽ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഇന്ന് സ്വാഭാവികമായിട്ടും മനുഷ്യന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. കാരണം ഈശോ എടുത്തത് മനുഷ്യന്റെ ശിക്ഷയാണ്. ഏറ്റവും വലിയ കൊലപാതകളെയും ക്രിമിനൽസിനെയും ആയിരുന്നു അത് ക്രൂശിക്കപ്പെട്ടിരുന്നത്. അതുകൊണ്ടാണ് ക്രൂശുമരണം തന്നെ ഈശോയ്ക്ക് കൊടുത്തത്. ക്രൂശിക്കപ്പെട്ടവൻ എല്ലാവരാലും വിസ്മരിക്കപ്പെടണം, കാരണം അവൻ ശപിക്കപ്പെട്ടവനാണ്. ഇതായിരുന്നു യഹൂദരുടെ വിശ്വാസവും നടപടിയും. അപ്പോൾ യേശുവിനെ ഒരു നാളും ആരും ഓർക്കാതിരിക്കുവാനാണ് ക്രൂശുമരണം കൊടുത്തത്. അപ്പോൾ ഇതാണ് തൻ്റെ ഗുരുവിന് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞ പത്രോസ്, നമുക്കറിയാം ശിഷ്യ പ്രമുഖനായ പത്രോസ്, ആദ്യത്തെ മാർപ്പാപ്പായ പത്രോസ് മാറ്റി നിർത്തി തടസ്സം പറയാൻ തുടങ്ങി. അധ്യായം 16:22. കർത്താവേ, ഇതൊരിക്കലും നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ. അവനത് സഹിക്കാൻ പറ്റിയില്ല. രാജാവാകുമെന്ന് വിചാരിച്ചുകൊണ്ട് പുറകെ നടക്കുക. ഹല്ലേലൂയ. അപ്പോഴാണ് ഈ രാജാവ് ഇങ്ങനെ ആണ് മരിക്കാൻ പോകുന്നത് എന്ന് കേട്ടപ്പോൾ പത്രോസിന് സഹിക്കാൻ പറ്റിയില്ല. അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈശോ പത്രോസിന് നേരെ തിരിഞ്ഞു പറഞ്ഞു, സാത്താനെ, എൻ്റെ മുമ്പിൽ നിന്ന് പോകൂ. നീ എനിക്ക് പ്രതിബദ്ധമാണ്. നിന്റെ ചിന്ത ദൈവികമല്ല, മാനുഷികമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നും നമ്മുടെ ഇടയിൽ പലർക്കും കുരിശിനോട് അതൃപ്തിയാണ്. കുരിശു വേണ്ട എന്ന് ചിന്തിക്കുന്നവരാണ് പത്രോസിനെ പോലെ. ഇത് സംഭവിക്കാതിരിക്കട്ടെ, കുരിശു വേണ്ട. ഇവിടെയാണ് അപ്പോൾ തന്നെ എന്താ കർത്താവ് പറഞ്ഞത്? അവനെ ശാസിച്ച് വളരെ കഠിനമായ വാക്ക്. തൻ്റെ ശിഷ്യപ്രമുഖനെ സാത്താനെ എന്നാ വിളിച്ചത്, പിശാചെന്ന്. പിശാചെ പുറത്തു പോകുന്നു. ഹല്ലേലൂയ. അത്ര കഠിനമായിട്ട് സംസാരിച്ചു. കാരണം
ദൈവികമായ സ്വരമല്ലായിരുന്നുവെന്ന് കർത്താവിന് മനസ്സിലായി. അതുകൊണ്ട് അത് പൈശാചികമായ ഒരു ചിന്തയാണ്. കുരിശില്ലാതെ ജീവിതം, മഹത്വത്തിന്റെ ജീവിതം മാത്രം മതി. അതാണല്ലോ ഇന്ന് പലയിടത്തും പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിലൂടെ ആളുകളെ പ്രബോധിപ്പിക്കുന്നത്. ഭൗമിക കാര്യങ്ങൾക്ക് നേടിയെടുക്കുക, ഈ ലോകത്ത് സമ്പന്നരാകുക, ജോലി ഉണ്ടാക്കുക, വലിയ പുര പണിയുക, ഇതിനെല്ലാം അല്ലെ വിദേശത്ത് പോവുക, ഇതിനെല്ലാമാണ് കർത്താവ് വന്നത്. ഈ കാര്യസാധ്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വ്യാമോഹിപ്പിക്കുന്ന പ്രസംഗങ്ങളും പരിപാടികളും അതാണ് പ്രോസ്പെരിറ്റി ഗോസ്പൽ എന്ന് നമ്മൾ പറയുന്നത്. അത് ഏറെ ആളുകൾക്കും ഒരു പക്ഷെങ്കിൽ ഇഷ്ടമായിരിക്കാം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 3, ഗലാത്യർ അധ്യായം 3, പൗലോസ് ശ്ലീഹ ഗലാത്യരോട് പറയുന്ന ഒരു ഭാഗം ഉണ്ട്. അതിൽ 1ഉം 2ഉം വചനം വായിക്കുന്നു. ഭോഷന്മാരായ ഗലാത്യരെ, പൗലോസ് ശ്ലീഹ ഗലാത്യരെ മാത്രമേ മണ്ടന്മാരെ, മടയന്മാരെ, ഭോഷന്മാരെ എന്ന് വിളിച്ചിട്ടുള്ളൂ. കാരണം എന്താ? യേശുക്രിസ്തു നിങ്ങളുടെ മുമ്പിൽ ക്രൂശിതനായി ചിത്രീകരിക്കപ്പെട്ടിരിക്കവേ നിങ്ങളെ ആരാണ് ആഭിചാരം ചെയ്തത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഭിചാരം എന്ന് പറഞ്ഞാൽ മന്ത്രം, കൂടോത്രം. ആരാ കൂടോത്രത്തിന് പിന്നിലുള്ളത്? പിശാച്. ഏത് പിശാചാണ് നിങ്ങളെ ക്രൂശിതനായ കർത്താവിനും മാറ്റിയത്? മണ്ടന്മാരായ ഗലാത്യരെ എന്നാണ് കർത്താവ് പൗലോസ് ചോദിക്കുന്നത്. ഇന്നും ധാരാളം അപ്രകാരം മണ്ടന്മാർ നമ്മുടെ ഇടയിലുണ്ട്. അവർക്ക് കുരിശ് കണ്ടുകൂടാ, കുരിശുരൂപം കൊണ്ടുകൂടാ, കുരിശുരൂപത്തെ കിടക്കുന്ന ക്രൂശിതനായ യേശുവിനെയും കണ്ടുകൂടാ. ക്രൂശിതനില്ലാത്ത കുരിശുരൂപം കുരിശുരൂപമല്ല, രക്ഷയുടെ അടയാളമല്ല. രക്ഷിക്കുന്നവൻ ആ ക്രൂശിൽ കിടക്കുന്നവനാണ്. കുരിശല്ല രക്ഷിക്കുന്നത്, ആ കുരിശിൽ കിടക്കുന്ന യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ആ കുരിശ് കാണിക്കുന്നത്, സൂചിപ്പിക്കുന്നത് എത്രമാത്രം സ്നേഹമാണ് ആ ക്രൂശിൽ നമ്മോട് കാട്ടുന്നത്. അവസാനത്തെ തുള്ളി ചോര പോലും ചിന്തി ജീവനെ നൽകുന്ന സ്നേഹം, അതാണ് ആ കുരിശിൽ കിടക്കുന്ന ഈശോ കാണിക്കുന്നത്. അപ്പോൾ ആ ഈശോ ആണ് കുരിശിൽ വലിയവൻ. അപ്പോൾ ആ കുരിശുരൂപം നമ്മളെ ചിന്തിപ്പിക്കുന്ന ആ ക്രൂശ് തന്നെയാണ്. അതുകൊണ്ടാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും കയ്യിൽ സമക്ഷം എപ്പോഴും ഒരു കുരിശുരൂപം ഉണ്ടായിരിക്കണം. അത് കാരണമുണ്ട്. അത് ഓർക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ യേശു എത്രമാത്രം എന്നെ സഹിച്ചു. കുരിശിൽ 3 ആണികളിൽ തൂങ്ങി 6 മണിക്കൂർ കിടന്ന് അവസാനത്തെ തുള്ളി ചോര പോലും ചിന്തി, ചങ്കു പൊട്ടി ചങ്കിലെ ചോര പോലും ഒഴുക്കി എനിക്ക് ജീവൻ തന്നവൻ. രക്തം എന്ന് പറഞ്ഞാൽ ജീവൻ എന്നാണ് യഹൂദർ പഠിപ്പിച്ചിരുന്നത്. അതുകൊണ്ടാണ് രക്തം ചിന്തി മരിക്കുക, സ്നേഹം തന്നു മരിക്കുക, അത് ജീവൻ തന്നു മരിക്കുക. നമുക്ക് ജീവൻ നൽകുവാൻ, അത് സമർത്ഥമായി നൽകുവാൻ വന്നവനാണ്. യോഹന്നാൻ 10:10. ആ സമർത്ഥമായ ജീവൻ ഒഴുകുന്ന ആ ജീവന്റെ സ്രോതസ്സാണ് കുരിശിൽ കിടക്കുന്ന ആ യേശുവിന്റെ നെഞ്ചിൽ നമ്മൾ കാണുന്നത്. ആ നെഞ്ചില് അത് കരുണയുടെ സ്നേഹത്തിന്റെ കടലാണ്. നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മളും അത് കാണണം. അറിയാം, പല സ്ഥലങ്ങളിലും പല സംസ്കാരത്തിന്റെ പേരിലോ അല്ലെങ്കിൽ ചില പ്രാർത്ഥനാ രീതികളുടെ പേരിലോ ക്രൂശിതനായ ഈശോയെ മാറ്റിയിരിക്കുകയാണ്. എവിടെ ചെന്നാലും ഈശോ ഇല്ലാത്ത കുരിശുകൾ കാണുന്നു. ഏറെ ആളുകൾ എന്നോടിത് പറയുവാറുണ്ട്. അത് പൈശാചികത്വമാണ് എന്ന് പച്ചയ്ക്ക് ഇപ്പോൾ ബൈബിളിലൂടെ ഞാൻ പറയുന്നു. ആരോ ആഭിചാരം ചെയ്തു മാറ്റിയെന്ന്. അതെ, ക്രൂശിതനെ വേണ്ട. അതുകൊണ്ടാണ് പത്രോസിനോട് കർത്താവ് പറഞ്ഞത്, സാത്താനെ പുറത്തു പോകൂ. ഇത് മാനുഷിക ചിന്തയാണ്, ദൈവിക ചിന്തയല്ല. അതെ, ഞാൻ കാണുന്നത് യൂറോപ്പിലൊക്കെ ഇസ്ലാം വർദ്ധിച്ചു വരിക്കുന്നു. ഇസ്ലാമികൾക്ക് ഇഷ്ടമല്ല കുരിശുരൂപം. അതുകൊണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും, പബ്ലിക് സ്ഥലങ്ങളിൽ നിന്ന് കുരിശുരൂപം എടുത്തു മാറ്റി. ഉദാഹരണം, ജർമ്മനിയിൽ ഏറ്റവും കൂടുതൽ കത്തോലിക്കർ ഉള്ള തെക്ക് ഭാഗത്ത് ഗവൺമെന്റ് തീരുമാനിച്ചു, അതായത് അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചു, എല്ലാ ഗവൺമെന്റ് സ്ഥാപനങ്ങളുടെയും തലയിൽ ഒരു കുരിശുരൂപം വെച്ചിരിക്കണമെന്ന്. ഇന്ന് വെള്ളത്തുമില്ല, ഇല്ലാത്തടത്തുകൂടെ വയ്ക്കണമെന്ന്. എന്നാൽ ജനങ്ങൾ അതിനെ എതിർത്തു, ക്രിസ്ത്യാനികൾ എതിർത്തു. അവർ പറഞ്ഞു, അങ്ങനെ വെച്ചാൽ അത് മുസ്ലിങ്ങൾക്ക് വേദനയുണ്ടാകുമെന്ന്. ഹല്ലേലൂയ.
അതെ, കണിശമായിട്ടും ക്രൂശിതനായ ഈശോ പലർക്കും വേദനയുളവാക്കും. എന്ത് വേദന? രക്ഷയിലേക്കുള്ള വേദനയും അനുതാപവും അവിടെ ഉണ്ടാകും. അതെ അതെ, നമുക്ക് ഒന്ന് ചിന്തിക്കണം. അതെ, ഈശോയുടെ വാക്ക് തന്നെ എന്താണ്? കുരിശും എടുത്ത് എന്നെ അനുഗമിക്കുക. മത്തായി 16:24. കുരിശെടുത്തുള്ള ജീവിതമാണ് ക്രിസ്ത്യാനിയുടെ ജീവിതം. ഞാനൊരു കുരിശ് കാണുമ്പോൾ അതാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. എൻ്റെ ഈശോ പീലാത്തോസിന്റെ അരമന മുതൽ കാൽവരി വരെ കുരിശും എടുത്തുകൊണ്ട് പോയി. എത്രയോ തവണ വീണ് കാണും. പട്ടാളക്കാർ എത്രയോ തവണ അടിച്ചു, തൊഴിച്ചു, തുപ്പി. ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ വെറോനിക്ക വന്നിട്ട് കുടിപ്പിച്ചില്ല. അവളെ മുഖം തുടയ്ക്കാൻ വന്നിട്ട് മുഖം തുടച്ച് അവളെ ഓടിച്ചു അവിടുന്ന്. അങ്ങനെയുള്ള ആ ജീവിതമായിരുന്നു, അതിൻ്റെ ക്ലൈമാക്സ് ആയിരുന്നു ആ കാരിനും പാണികളിൽ മരിച്ചത്. ആ കുരിശു മരണം ഇത് നമ്മുടെ മുമ്പിൽ എപ്പോഴും ചിത്രീകരിക്കപ്പെട്ടിരിക്കണം. അതെന്തിനെ? ഭയപ്പെടുത്താനല്ല, അവിടത്തേക്ക് നമ്മളുടെ സ്നേഹം കാണിക്കുവാൻ. ഇനിയും ഈ കുരിശു മാറ്റിയതിൻ്റെ ദുരനുഭവങ്ങൾ ഇന്ന് പ്രത്യേകിച്ച് കേരളീയർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉദാഹരണമായിട്ട് കാണാൻ സാധിക്കും. വിവാഹങ്ങൾ നടക്കുന്നില്ല. പുര നിറഞ്ഞ് പെണ്ണുങ്ങൾ നിൽക്കുന്നു, പുരുഷന്മാർ നിൽക്കുന്നു. മാതാപിതാക്കൾ പ്രാർത്ഥിക്കാമെന്ന് പറയാണ്. എൻ്റെ മകന് 35 വയസ്സായി, 30 വയസ്സായി, മോക്ക് 30, 35ആയി, കല്യാണം നടക്കുന്നില്ല. എൻ്റെ ക്രൂശിതന്റെ ജീവിതത്തെ പറ്റി അവർക്ക് അറിഞ്ഞുകൂടാ. പള്ളിപ്രസംഗങ്ങളില്ല. അവർ പള്ളിയിൽ വന്ന ഒരു കുരിശൂപം കാണാനില്ല. അതുകൊണ്ട് സഹനത്തിന്റെ ജീവിതം എന്തെന്ന് അവർ അറിഞ്ഞിട്ടില്ല. ഈ കുഞ്ഞുങ്ങൾ കല്യാണം കഴിച്ച സഹനമാണെന്ന നമുക്കറിയാം. ഭാര്യ ഭർത്താവിന് വേണ്ടിയും ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയും ബലിയായിത്തീരണം. ഇത് പുളിക്കും. അതുകൊണ്ട് ഇന്ന് വേണ്ട ആ കുരിശ്. ഭാര്യയാകുന്ന കുരിശ്, ഭർത്താവാകുന്ന കുരിശ് വേണ്ട. ഇതിന്റെ തിക്താനുഭവം എന്താണ്? നമ്മുടെ വംശം അന്യം നിൽക്കും. മക്കൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ മക്കൾ ഉണ്ടാകുകയല്ലോ. നാം ഓർക്കണമേ, നാം ഇന്ന് ജീവിക്കുന്നത് സ്വയഭോഗരതികളിൽ കല്യാണം കഴിക്കുന്നവരുണ്ട് മക്കൾ ഉണ്ടാകാതിരിക്കാൻ. പുരുഷൻ പുരുഷനെയും സ്ത്രീയെയും കെട്ടുന്നു. അത് പല രാജ്യങ്ങളിലും നിയമത്തിന് കീഴിലാക്കിയിരിക്കുന്നു. നിയമാനുസൃതമാണ്. സഭയിൽ പോലും അത് വേണമെന്ന് പറയുന്ന വ്യക്തികളുണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ അതിൻ്റെ ഉദ്ദേശം എന്താണ്? മക്കൾ ഉണ്ടാവരുത്. മക്കൾ കുടുംബത്തിന് ദാനമാണ്. അതുപോലെ ജനത്തിനും ദാനമാണ്, ലോകത്തിനും ദാനമാണ്. അതില്ലാതിരിക്കുക. ഇത് സ്വാഭാവികമായിട്ടും മക്കൾ കല്യാണം വേണ്ടാന്ന് തീരുമാനിക്കുന്നു. കാരണം അവർക്ക് ഈ കുരിശിലെ കർത്താവിനെ വേണ്ട. വേറെ ഭാഷയെ പറഞ്ഞാൽ മഹത്വീകൃതനായ കർത്താവ്, കുശാലയുള്ള അതെ സമ്പൽ സമൃദ്ധിയുള്ള സഹനങ്ങൾ കൂടാതെ ഒരു ജീവിതം മതി. പുരുഷ മാതാപിതാക്കളും പഠിപ്പിച്ച അങ്ങനെ എൻ്റെ മക്കൾ ഒരു സഹനവും ഇല്ലാതെ ജീവിക്കണമെന്ന്. ഏതായാലും ശരി, നമുക്കറിയാം നമ്മുടെ കേരളത്തിലെ വചന പ്രഘോഷ വേദികളിൽ പോലും ക്രൂശിതിനെ പറ്റിയോ കുരിശിനെ പറ്റിയോ സഹനത്തെ പറ്റിയോ ഉള്ള പ്രസംഗങ്ങളൊക്കെ വളരെ വിരളമാണ്. വളരെ വിരളം. പ്രസംഗങ്ങളെല്ലാം എന്താണ്? സ്തുതി, സ്തോത്രം, സ്നേഹം, സൗഖ്യം, വിദേശയാത്ര, പോന്നു ലിസ്റ്റുകൾ. എന്നാൽ ഈശോ പറഞ്ഞ എന്താണ്? കുരിശും എടുത്ത് എൻ്റെ പിന്നാലെ അത് വരട്ടെ. പൗലോസപ്പോസ്തലൻ 1 കൊറിന്തോസ് 2 വചനം 2 1 കൊറിന്തോസ് 2 വചനം 2 നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ല എന്ന് ഞാൻ തീരുമാനിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ്, ഉചിതനായ കർത്താവ് ആ യാത്രാമധ്യേ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് എന്താണ്? നീ എന്തുകൊണ്ട് എന്നെ പീഡിപ്പിക്കുന്നു? ക്രൂശിതനായ കർത്താവ് ഉത്ഥാനം ചെയ്തു. ആ ഉത്ഥാനം ചെയ്ത കർത്താവാണ് ശൗലിന് പ്രത്യക്ഷനായത്. എങ്ങനെ? ക്രൂശിതനായിട്ട്. നീ എന്തുകൊണ്ട് എന്നെ ക്രൂശിക്കുന്നു? അതുകൊണ്ടാണ് ഹെബ്രായക്കാർക്ക് ലേഖനം 6:6 നമ്മൾ വായിക്കുന്നത്.
യേശുക്രിസ്തു വീണ്ടും വീണ്ടും ക്രൂശിതനായിരിക്കുന്നുവെന്ന് നമ്മുടെ പാപങ്ങളെ പ്രതിയും പാപങ്ങൾ മുഖാന്തരം. പ്രിയമുള്ളവരെ, അത് ഇന്ന് ഈ കുരിശിന്റെ ഭോഷത്വം, ഞാൻ പറയും പൗലോസിന്റെ ഭാഷ തന്നെയാണ്, നാശത്തിന്റെ ഭോഷത്വമാണ്. 1 കൊരിന്ത്യർ അധ്യായം 1:18. നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. രക്ഷയിലൂടെ ചരിക്കുന്നത് നമുക്കോ അത് ദൈവത്തിന്റെ ശക്തി അത്രേ. ഹല്ലേലൂയ. എനിക്കറിയാം, ഞാൻ കഴുത്തേൽ ഒരു കുരിശുരൂപം ഇടുമ്പോൾ, തലേണ കീഴെ കുരിശുരൂപം വയ്ക്കുമ്പോൾ, അതെ, ഞാൻ പ്രസംഗത്തിനും മറ്റും ഒരു കുരിശുരൂപം സമീപത്ത് വയ്ക്കുമ്പോൾ, എപ്പോഴും മേശപ്പുറത്ത് ഒരു കുരിശുരൂപം വെക്കുമ്പോൾ ആ കുരിശിൽ നിന്ന് വരുന്ന ശക്തി എന്താണ്? ഈ ശക്തി ഇന്ന് പല കത്തോലിക്കരും അനുഭവിക്കുന്നില്ല. ചിലർ പറയും അത് വിഗ്രഹമാണ് എന്ന്. അതേ, അത് വിഗ്രഹമാണ്. വിഗ്രഹത്തെ നോക്കുമ്പോൾ ഞാൻ കാണുന്നത് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി ചങ്കുപൊട്ടി കുരിശിൽ മരിച്ച് രക്ഷ തന്ന കർത്താവിനെയാണ്. ഹല്ലേലൂയ. അതെ, കണിശമായിട്ടും പള്ളിയിലെ ചിത്രങ്ങളും സ്വരൂപങ്ങളും കാണുമ്പോൾ അവിടെ പോയി വന്ദിക്കുന്നതാണെങ്കിൽ ആ ചെമ്പിനെയോ കടലാസിനെയോ മണ്ണാങ്കട്ടയോ വന്ദിക്കുന്നെങ്കിൽ അത് വിഗ്രഹാരാധനയാണ്. എന്നാൽ അവ ആരെ പ്രതിദാനം ചെയ്യുന്നുവോ ആ പ്രതിദാനം ചെയ്യുന്ന ആളിനെയും ആളുടെ സ്നേഹവുമാണ് ഞാൻ ധ്യാനിക്കുന്നെങ്കിൽ അത് വിഗ്രഹാരാധന അല്ല. 70ഓളം വർഷങ്ങൾക്ക് മുമ്പ് മണം മറഞ്ഞ എൻ്റെ അപ്പൻ്റെ ഫോട്ടോ, അമ്മയുടെ ഫോട്ടോ ഞാൻ എൻ്റെ ബൈബിളിൽ വച്ചിട്ടുണ്ട്. വിഗ്രഹാരാധന അല്ല. അവയെ നോക്കുമ്പോൾ അതെ, എന്നോട് അമ്മ കാണിച്ച അപ്പൻ കാണിച്ച സ്നേഹമാണ് എൻ്റെ മനസ്സിൽ വരിക. അവരെയും തിരിച്ചു സ്നേഹിക്കുവാൻ ഞാൻ പരിശ്രമിക്കുന്നു. ഇതാണ് പള്ളിയിൽ സ്വരൂപങ്ങൾ വെക്കുന്നതിൻ്റെയും അർത്ഥം എന്ന് മനസ്സിലാക്കുക. അത് കുരിശിലും ഒരിക്കലും ഒരു വിഗ്രഹം അല്ല. അത് മണ്ടത്തരം പറച്ചിൽ ആണ് അങ്ങനെ പറയുന്നുവെങ്കിൽ. അത് പറയാണ്, നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം ഭോഷത്വമാണ്. ഇപ്പോൾ ഞാൻ ഈ പറയുന്ന വചനം ഭോഷത്വമാണ്. ആർക്ക്? നാശത്തിലൂടെ സഞ്ചരിക്കുന്നവർക്ക്. എന്നാൽ അതെ, കർത്താവിന്റെ കൃപയിലൂടെ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക്, രക്ഷയിലൂടെ സഞ്ചരിക്കുന്ന നിങ്ങൾക്ക് ശക്തിയാണ്. ഹല്ലേലൂയ. മറക്കരുത് മക്കളെ, കുരിശിന്റെ ശക്തി. അതെ, ഈ നോയമ്പ് കാലത്ത് നിങ്ങൾ ധ്യാനിക്കണം. അതെ, ആ കുരിശിനോടുള്ള, ക്രൂശിതനോടുള്ള സ്നേഹവും ബഹുമാനവും അതെ വർദ്ധിപ്പിക്കണം എന്ന് എനിക്ക് പറയുവാനായിട്ടുണ്ട്. അതെ, പറയുന്നു അതേ അധ്യായത്തിൽ 1 കൊരിന്ത്യർ അധ്യായം 1. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ലൗകിക വിജ്ഞാനത്താൽ അവിടുത്തെ അറിഞ്ഞില്ല. തന്മൂലം വിശ്വസിക്കുന്നവരെ സുവിശേഷ പ്രസംഗത്തിന്റെ ഭോഷത്വം വഴി രക്ഷിക്കുവാൻ അവിടുന്ന് തിരുവുള്ളമായി. യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് ഭോഷത്വവുമായ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ. നമ്മൾ ഒരുപക്ഷേ ആ ഗ്രീക്കുകാരുടെ കൂടി ആയിരിക്കും. പക്ഷെ നമ്മളും ഒരുപക്ഷെ ഇടർച്ച ഉണ്ടാകുന്നവരുടെ കൂടി ആയിരിക്കാം. ഇവിടെയാണ് കുരിശിനെ സ്നേഹിക്കുക. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കട്ടെ. മാനുഷികമായ ചിന്ത കൊണ്ട് ക്രൂശിനെയും ജീവിതത്തിൽ നിങ്ങൾ ഭാഗമാക്കി തന്നെ മാറ്റണം. ആ കുരിശിൽ യേശു മഹത്വീകരിക്കപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് കുരിശിൽ നിന്ന് യേശുവിനെ എടുത്തു മാറ്റിയവരുണ്ട്. കണിശമാറ്റും യേശുവിൻ്റെ ആ ജീവത്യാഗം മഹത്വപൂർണമായിരുന്നു. എന്നാൽ കർത്താവ് മഹത്വീകരിക്കപ്പെട്ടത് ഉയർപ്പിലാണ്. അത് 3-ാം ദിവസമാണ്. അതുകൊണ്ടാണ് ദുഃഖവെള്ളിയാഴ്ച കഴിഞ്ഞാൽ നമുക്ക് ഉയർപ്പ് ഞായറാഴ്ച ഉണ്ട്. രണ്ടും കൂടി ഒന്നിച്ചു കൂട്ടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. മരണം കഴിഞ്ഞിട്ടാണ് ഉത്ഥാനം. ഇന്ന് പലതും മറന്നിട്ട് പ്രത്യേക ദൈവശാസ്ത്രവും അല്ലെങ്കിൽ ആരാധനാക്രമവും ഒക്കെ ഇറക്കിയിട്ട് പറയുകയാണ് കുരിശിൽ കർത്താവ് മഹത്വീകൃതനായി. ഞാൻ ചേർത്ത് കണ്ടിട്ടുണ്ട്, കുരിശേലെ മഹത്വീകൃതനായ ഉത്ഥാനം ചെയ്ത യേശുവിനെ കിടത്തിയുള്ള സ്വരൂപം. എന്ത് വികൃതമാണ്! കുരിശ ചങ്ക് പൊട്ടി 5000-ൽ പരം മുറിവുമേറ്റു മരിച്ച ഈശോയെ ചിത്രീകരിക്കുന്നതിന് പകരം തലയിൽ മുടിയും വെച്ച്
രാജാതിരാജനായ ഈശോയെ കുരിശെ കിടത്തിയിരിക്കുകയാണ്. ഞാൻ പറയും അത് വികൃതത്വമാണ്, അസത്യമല്ല, അസത്യമാണ്. ഈശോ ക്രൂശിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടില്ലായിരുന്നു. യേശു ജീവൻ നമുക്കായി അർപ്പിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ നമുക്ക് ജീവൻ ഉണ്ടാവുകയില്ലായിരുന്നു. അപ്പോൾ പ്രിയമുള്ളവരെ, മാത്രമല്ല കുരിശിലേക്ക് നോക്കുമ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നതും ഇത് തന്നെയാണ്. എൻ്റെ ജ്ഞാനസ്ഥാനത്തിന്റെ അർത്ഥമുണ്ട്. റോമാക്കാർക്ക് ലേഖനം അധ്യായം 6:3, ഞാൻ പാപത്തോട് മരിച്ചിരിക്കുന്നു, അവനോടുകൂടി സംസ്കരിക്കപ്പെട്ടിരിക്കുന്നു, അവിടുത്തെ പരിശുദ്ധാത്മാവിൽ ഞാൻ ഉയർപ്പിക്കപ്പെടുന്നു. ഹല്ലേലൂയ. എന്നിൽ നടക്കേണ്ടതൊരു ക്രൂശിക്കലും മരണവും സംസ്കാരവുമാണ്. അത് കഴിഞ്ഞ് ആത്മാവിലൂടെ എനിക്ക് ഉയർപ്പുണ്ടാകേണ്ടത്. ഹല്ലേലൂയ. ആ ഉയർപ്പിൽ കുരിശിന്റെ പണി കഴിഞ്ഞു. പ്രിയമുള്ളവരെ, അതുകൊണ്ട് പ്രിയമുള്ള നമുക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിലെ കഷ്ടതകൾ, അല്ല സഹനങ്ങളും വഴിവും ഒക്കെ ഉണ്ടാകുമ്പോൾ ഈ കർത്താവിൻ്റെ സമർപ്പണത്തെ പറ്റിയുള്ള ബോധ്യം നമ്മുടെ മനസ്സിൽ വരട്ടെ. ഇത് നഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹത്തിൽ വിള്ളല്. കാരണം ആ സഹനത്തോടെയുള്ള സ്നേഹത്തിന്റെ അർത്ഥം ഭാര്യയ്ക്കും ഭർത്താവിനും അറിഞ്ഞുകൂടാ. ഭാര്യ ഭർത്താവിന് വേണ്ടിയോ അല്ലെ തിരിച്ചോ സഹിക്കാൻ തയ്യാറല്ല. സഹിക്കാതെയുള്ളത് സ്നേഹമല്ല. സഹനമില്ലാത്തടത്ത് സ്നേഹമില്ല. ഞാനിപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഈ ഉപദേശം തരുന്നത്. ആ വേദനയോടെ, ഏറെ ശാരീരിക വേദനയോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഒരു വീൽ ചെയറിലാണ് ഇരിക്കുന്നത്. ഈ സമയത്ത് ന്യൂറോപ്പതി പെയിൻ എന്ന് പറഞ്ഞാൽ മാംസം എല്ലിൽ നിന്ന് പറഞ്ഞു പോകുന്ന വേദനയുണ്ട്, സൂചി കൊണ്ട് കുത്തുന്ന വേദനയുണ്ട്. എങ്കിലും ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ സഹനം സഹിക്കുന്നു. അതെ, ഓരോ വൈദികനും, അതെ ഓരോ വചനപ്രഘോഷകനും ഒരുപക്ഷെ വിയർത്തൊലിച്ച് നടന്നും വണ്ടിയിലുമൊക്കെയായി പോയി വചനപ്രഘോഷം നടത്തുന്നു. വിശപ്പുണ്ട്, ദാഹമുണ്ട്, ഇതൊന്നും വകവയ്ക്കാതെ. എന്ത് സ്നേഹത്തിന്റെ അടയാളമാണ് അതെല്ലാം. സഹനം സ്നേഹത്തിന്റെ അടയാളമാണ്. സഹനമില്ലാതെയുള്ള സ്നേഹമല്ല. അതാണ് കുരിശിൽ നമ്മൾ കാണുന്നത്. അതെ, ആ ജീവൻ നൽകുന്ന സ്നേഹം നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഈ ലോകം സ്വാർത്ഥത വർദ്ധിച്ച ഒരു ലോകമായി മാറിയിരിക്കുന്നു. ഞാൻ എൻ്റെ കാര്യം, അത് മാത്രമേ ഉള്ളൂ. സഹോദരനെ ചിന്തിക്കാത്ത കാലഘട്ടമാണ് ഇന്ന്. ആ സഹോദരന് വേണ്ടി മരിച്ച, ജീവനെ നൽകിയ ഈശോയാണ് നമ്മൾ കുരിശിൽ കാണുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നിങ്ങളുടെ കൺമുമ്പിൽ ഒരു കുരിശ് ഉണ്ടായിരിക്കട്ടെ. ഒരു ക്രൂശിതനെ ആ കുരിശിൽ കാണുവാൻ ഇടയാകട്ടെ. ആ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ നൽകുന്ന ആ വലിയ സ്നേഹം കാണുവാനും ജീവിതത്തിൽ പകർത്തുവാനും അത് ഇടയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് എന്തുകൊണ്ട് അതെ ഈ അധർമ്മങ്ങൾ ലോകത്തിൽ വളരുന്നു? അതിന് കാരണം സ്നേഹം വറ്റുപോയി. മത്തായി എഴുതിയ സുവിശേഷം 24 വചനം 2 പറയുന്നുണ്ട്. വചനം 12, മത്തായി 24:12, തിന്മ വർദ്ധിച്ചിരിക്കുന്നതിനാൽ, അധർമ്മം വർദ്ധിച്ചിരിക്കുന്നതിനാൽ സ്നേഹം നഷ്ടപ്പെട്ടു പോയി എന്ന്. ഇന്ന് സ്നേഹം നഷ്ടപ്പെട്ട, അവരിനു വേണ്ടി ജീവൻ പരിത്യജിക്കുവാൻ തയ്യാറില്ലാത്ത ഒരു ക്രിസ്തീയ സമൂഹമാണ് നാം കാണുന്നത്. അതുകൊണ്ടത് വ്യക്തികളെ ബാധിച്ചിരിക്കുന്നു. സഹനം വേണ്ട, സുഖത്തിന്റെ ജീവിതം മതി. കുടുംബങ്ങളെ ബാധിച്ചിരിക്കുന്നു. ഭാര്യ ഭർത്താവിന് വേണ്ടിയോ ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടിയോ ജീവിക്കുന്നില്ല. അങ്ങനെ ഒരു ജീവിതം വേണ്ട എന്ന് ചെറുപ്പക്കാരൻ തീരുമാനിച്ചു. അതുകൊണ്ട് വിവാഹങ്ങളില്ല. അതുകൊണ്ട് തലമുറകൾ ഇല്ലാതായിത്തീരുന്നു. പ്രിയപ്പെട്ടവരെ, കുരിശിനെ സ്നേഹിക്കാം. അത് ആ കുരിശ് വരുമ്പോൾ ആ ക്രൂശിതനെ സ്നേഹിക്കുന്നവർക്ക് കുരിശുകൾ സഹിച്ച് കാൽവരി യാത്ര ചെയ്ത് ആ തീർത്ഥാടനം നടത്തി നിത്യതയിലേക്ക് പോകാൻ കഴിയും അവനോടുകൂടി. ഞാൻ അത് ചെറിയ ചിന്താശകലം ഈ നോയമ്പ് കാലത്ത് നിങ്ങൾക്ക് തരുന്നു. അതെ, ഞാൻ വീണ്ടും പറയുന്നു, കഴുത്തിൽ ഒരു കുരിശുരൂപം ധരിക്കണമേ. മേശപ്പുറത്തോ നിങ്ങൾ ജോലി ചെയ്യുന്നിടത്തോ ഒരു കുരിശുരൂപം വയ്ക്കണമേ. നിങ്ങളുടെ വീടിന് നടുക്കൊരു കുരിശുരൂപം ഉണ്ടായിരിക്കണമേ. ആ ക്രൂശിതനെ നോക്കുന്ന സമയങ്ങൾ കൂടെ കൂടെ ഉണ്ടാകട്ടെ. അതെ, നമ്മൾ കണ്ടു. അതെ, യോഹന്നാനിലെ സുവിശേഷം 3-ാം അധ്യായം 16 നമ്മൾ വായിക്കുന്നുണ്ട്, നമ്മളെ ദൈവം അത്രമാത്രം സ്നേഹിച്ചുവെന്ന്. അതിനുശേഷം 18-ാം വചനത്തിൽ പറയുന്നുണ്ടല്ലോ,
മൂശ സർപ്പത്തെ മരുഭൂമിയിൽ ഉയർത്തിയതുപോലെ അവൻ ഉയർത്തപ്പെടുമ്പോൾ അവരെ നോക്കുന്നവനെല്ലാം രക്ഷ പ്രാപിക്കും. നമുക്കറിയാം, സർപ്പത്തിന്റെ കടിയേറ്റ് വിഷം ബാധിച്ചവർ ആ ക്രൂശിതനെ നോക്കിയാണ് രക്ഷ പ്രാപിച്ചത്, ജീവനിലേക്ക് വന്നത്. പാപമാകുന്ന ആ പോയിസൺ, ആ വിഷം നമ്മളെ ബാധിച്ചിട്ടുണ്ട്. വിഷബാധയേറ്റ് നമ്മളെ, നമുക്ക് വിഷബാധ തന്നത് സാത്താനാണ്. ആ സാത്താന്റെ ആ കടി കൊണ്ട് നമ്മൾ, സാത്താന്റെ സ്പർശനം കിട്ടിയ നമ്മൾ ആ വിഷത്തിൽ നിന്ന് കരേറി നമുക്ക് രക്ഷ, ജീവൻ കിട്ടുവാൻ ക്രൂശിതനെ നോക്കണം. ആ ക്രൂശിനെ നോക്കിക്കൊണ്ട് ആ ക്രൂശിതന്റെ ഹൃദയത്തിൽ നിന്നൊഴുകുന്ന ആ ചോരയും നീരും നമ്മളിലേക്ക് ഒഴുക്കി കഴുകി വിശുദ്ധീകരിച്ച് ജീവൻ പ്രാപിക്കാം. ക്രൂശിതനായ കർത്താവ് കരങ്ങൾ നീട്ടി നിങ്ങളെയും നിങ്ങളുടെ ജീവിതത്തെയും നിങ്ങളുടെ കുടുംബത്തെയും സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കട്ടെ. കണ്ണുകൾ ശാന്തമായി അടയ്ക്കൂ. ഞാനൊരു ചെറിയ പ്രാർത്ഥന നിങ്ങൾക്ക് വേണ്ടി ചൊല്ലാം. കാര്യമുള്ള കർത്താവേ, ഈ നിമിഷം ഈ ചെറു പ്രസംഗം കുരിശിനെ പറ്റി കേട്ട ഇവരെ അങ്ങേക്ക് അർപ്പിക്കുകയാണ്. കഥാ ഇന്ന് ക്രൂശിനെ പറ്റി പറയുന്നതോ കുരിശുരൂപം കൈപ്പിടിക്കുന്നതോ പലരും അപമാനമായി കരുതുന്നു. ഒരു അങ്ങ് അവരോട് പറയുന്നത് പത്രോസിനോട് പറഞ്ഞതുപോലെ സാത്താനെ ദൂരെ മാറിപ്പോവുക എന്നല്ലേ. ഇന്ന് പലരും കുരിശിന്റെ ശത്രുക്കളായി മാറിയിരിക്കുന്നെന്ന് പൗലോസ് അപ്പോസ്തലൻ വളരെ വ്യക്തമായിട്ട് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിലൂടെ പറയുന്നുണ്ടല്ലോ. കാരണം നമ്മുടെ കർത്താവേ, ഞങ്ങൾ കുരിശിന്റെ ശത്രുക്കളായി ജീവിക്കാതെ കുരിശിനെ സ്നേഹിക്കുന്ന സ്നേഹപിതാവിൻ്റെ ദൈവമക്കളായിരിക്കാൻ കൃപ നൽകണമേ. കുരിശിനെ സ്നേഹിക്കുവാനും ജീവിതത്തിലുണ്ടാകുന്ന കുരിശുകളെ അങ്ങ് കുരിശുമെടുത്ത സന്തോഷത്തോടെ കാൽവരിയിലേക്ക് പോയതുപോലെ പോകാനും നിത്യതയിൽ എത്തിച്ചേരുവാനും അനുഗ്രഹിക്കണമേ. കർത്താവേ, ഈ ചെറു പ്രസംഗം കേട്ട ഇവരോരോരുത്തരെയും, ഇവിടെ ബന്ധുമിത്രാദികളെയും ഇവിടെ മക്കളെയും ജീവിത പങ്കാളിയെയും മാതാപിതാക്കളെയും ഇവരറിയുന്നവരെയെല്ലാം ഈശോയുടെ കുരിശിലെ പൊട്ടിയൊഴുകുന്ന ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവേ, ആ രക്തത്താൽ അവരെ കഴുകൂ, ഇവരെ കഴുകൂ, ശുദ്ധീകരിക്കൂ, സുഖപ്പെടുത്തൂ. ആ ജീവരക്തം, ജീവജലം പരിശുദ്ധാത്മാവ് ഒഴുകട്ടെ. സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, ക്ഷമയുടെ, നന്മയുടെ, വിശുദ്ധിയുടെ, കൃപാവരത്തിൻ്റെ ജീവൻ ഒഴുകട്ടെ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരെയും യേശുനാഥന്റെ ഹൃദയത്തിൽ, ആ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്ന മാതാവിൻ്റെ വിമല ഹൃദയത്തിലൂടെ അർപ്പിച്ച് ഞാൻ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നോയമ്പ് നോക്കിക്കൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ക്രൂശിതനായ കർത്താവ് അനുഗ്രഹിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. ക്രൂശിതൻ്റെ ആ കാൽവരിയിലെ പരമയാഗമാണ് ദിവ്യബലി. നിങ്ങൾ അനുദിനം ബലിയിൽ സംബന്ധിക്കണമേ. അപ്പോൾ ഇതൊക്കെ ഓർക്കണമേ. ആ ക്രൂശിതൻ, ആ വൈദികൻ അപ്പമെടുത്ത് എൻ്റെ ശരീരമാകുന്നു പറയുന്നു. അതിനുശേഷം എൻ്റെ രക്തമാകുന്നു എന്ന് വീഞ്ഞെടുത്ത് പറയുന്നു. പിന്നീട് ആ ശരീരം മുറിച്ച് രക്തത്തിൽ മുക്കുന്നു. അവിടെയാണ് ഈശോയുടെ ഹൃദയം മുറിയപ്പെടുന്ന സമയം. അപ്പോൾ നിങ്ങളുടെ ഹൃദയവും ആ മുറിയപ്പെട്ട ആ കുരിശിലെ ഈശോയിലേക്ക് ഉയർത്തി ആ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. അങ്ങനെ നമുക്ക് നമ്മുടെ ക്രിസ്തീയതയിൽ, ക്രിസ്തീയ വിശ്വാസത്തിൽ, ആ ക്രിസ്തീയ ഭക്തിയിൽ, ക്രിസ്തു സ്നേഹത്തിൽ, അഭേദ്യമായ സ്നേഹത്തിൽ വളരാം, മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.